guys, good morning, welcome back to another episode of എന്താ പറയുന്നത് എക്സാമിനാണ് കേട്ടോ. ഞാൻ രാവിലെ തന്നെ എണീറ്റ് നിൽക്കുകയാണ്. ആക്ച്വലി സൗണ്ട് എടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ 5:20 കഴിഞ്ഞ കേട്ടോ. നമുക്ക് യൂണിഫോം ഇട്ടിട്ട് വരണം. നേരത്തെ ഒരുങ്ങിയിരിക്കാനാണ് കേട്ടോ. ചെറുക്കാൻ വയ്യ, എനിക്കും വയ്യ. ഇന്നലെ ഭയങ്കര ലേറ്റാണ്. അതെൻ്റെ കണ്ണല്ലേ ഒരുങ്ങിട്ട് അല്ല കേസ്. അങ്ങനെ നമ്മൾ കണ്ട് ഒരുങ്ങി വന്നിട്ട് എൻ്റെ കോലായിട്ട് എനിക്ക് എൻ്റെ പോലെ അയ്യോ. നമ്മുടെ വാച്ച് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എക്സാം. സോ അതെടുത്തിട്ടുണ്ട്. നമ്മളൊരുങ്ങി. ഇനി നമുക്ക് പഠിക്കണം. നടക്കുന്നതാണ് തോന്നുന്നു. ഇപ്പോൾ 6 മണി കഴിഞ്ഞിട്ടുണ്ട്. തൊണ്ട സൗണ്ട് ദൈവമേ കേൾക്കാൻ വരുന്നുള്ളൂ. ദൈവത്തിനറിയാം. ഇവിടെ എല്ലാവരും പഠിത്തമാണ് ഗൈസ്. അയ്യോ അങ്ങനെ കുറച്ച് നമ്മൾ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥന ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് നമുക്ക് രാവിലെ ഇപ്പം പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പവും മുട്ടയാണ് നമുക്കുള്ളത്. മുട്ടക്കറിയാണ് കേട്ടോ. എനിക്ക് കിട്ടിയ മുട്ടയ്ക്ക് എന്തോ ഡിഫക്റ്റ് ഉണ്ടായിരുന്നു. ഇച്ചിരി ചെരുവുണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് എൻ്റെ കണ്ണിൻ്റെ വല്ല പ്രശ്നമാണോ എന്ന്. പിന്നെ നോക്കിയപ്പോഴാണ് കണ്ണിൻ്റെ പ്രശ്നമൊന്നുമില്ല, പഠിച്ച് വട്ടായെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ അപ്പവും മുട്ടക്കറിയല്ല, നമ്മൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 5 അപ്പടി എനിക്ക് എക്സാം ആയതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ട്. അതിങ്ങനെ പുറത്ത് കാണിക്കാൻ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ആക്ച്വലി ഇതെല്ലാം നമുക്ക് വാരി വലിച്ച് കഴിച്ചിട്ട് വേണം ഇനി പോയി റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. 12 മണി വരെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കുന്നത്. അല്ല ഞാൻ സ്കിപ്പ് ചെയ്ത് തന്നെ. കാരണം 3 മണിക്കൂർ ഭയങ്കര വിശക്കും പിന്നെ വന്ന് കഴിക്കാനായിട്ട്. ഹൈബ്രിഡ് എന്താന്ന് ഗൈസ്, നമ്മൾ തന്നെ എക്സാം എഴുതിയിട്ട് വരാം. എല്ലാം സെറ്റായിട്ടുണ്ട്. എൻ്റെ നെഞ്ചൊക്കെ പടപെടാനിരിക്കുന്നു. ഒന്നും ഓർമ്മയില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. പക്ഷെ എന്തെങ്കിലുമൊക്കെ എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പോയി എക്സാം എഴുതിയിട്ട് വരും ഗൈസ്. പോട്ടെ എല്ലാവരും 8:20 ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് 9 മണിക്ക് എക്സാം ആണ്. 3 മണിക്കൂർ ചത്ത് ഞാൻ വന്നിട്ട് പറയാം ഗൈസ് ബാക്കിയൊക്കെ. ഗൈസ് നീണ്ട് അങ്ങനെ നമ്മൾ വേണ്ട എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എൻ്റെ അമ്മ ഇതുപോലൊരു എക്സാം അടിമുടി കുറേ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി റിസൾട്ട് വരുമ്പോൾ കാണാം. പക്ഷെ ഇതെന്നത് കൊമ്പോ അമ്മേ. എഴുതാൻ പോയതുപോലെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമുക്ക് എഴുതാൻ പറ്റും. വലിയ മല വരയ്ക്കുന്ന പണിയൊന്നുമില്ല. പിന്നെ കൈ കുറച്ച് വേദനയ്ക്ക് 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് എഴുതുമല്ലേ. എൻ്റെ അമ്മേ വലിയ കുഴപ്പമില്ലായിരുന്നു ഗൈസ്. പാസ് ആവുന്നതാണ് എൻ്റെ ഒരു ധാരണ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നോ? ആണോ? എല്ലാം എഴുതിയോ? എല്ലാം എഴുതിയല്ലേ? സാറിന് റിസൾട്ട് വന്നാൽ മതി. അതാണ് നമ്മൾ അടുത്ത പരിപാടി. ഞാനും എന്റെ പ്രിൻസിപ്പളും എന്റെ തിയറിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ MCQ മാത്രം ചതിച്ചു. കുഴപ്പമില്ല ഗൈസ്. അപ്പം എനിക്കറിയാത്ത ക്വസ്റ്റ്യൻ അവര് ചോദിച്ചു, അവർക്കറിയാത്ത ആൻസർ ഞാൻ എഴുതി. അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി റിസൾട്ടിന് വേണ്ടിയിട്ട് 1.5-2 മാസം വെയിറ്റ് ചെയ്യണം. ബാക്കി ബ്ലോഗ് നമുക്ക് ജയിച്ചോ തോറ്റോ എന്നുള്ളത് അപ്പം പറയാം. തോക്കത്തൊന്നുമില്ല, പാസ്സാവും. ദൈവമേ, പാസ്സായിരിക്കും അല്ലേ? എല്ലാവർക്കും കുഴപ്പമില്ലായിരുന്നാണ് കഴിച്ച് തോന്നുന്നത്. എഴുതാനുള്ള സാധനമൊക്കെ ഉണ്ട്. ഇഷ്ടമല്ല? എനിക്കിഷ്ടമായി. പക്ഷെ കൈ കിടക്കുക. എനിക്ക് ഇവിടുന്ന് ഇന്നലെ ഉറങ്ങാനിട്ടുണ്ടല്ലോ. എനിക്കുണ്ടല്ലോ, ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ അല്ല, കെയർ പ്ലാനും കേസ് സ്റ്റഡിയും ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും കെയർ പ്ലാന്റെ മോഡലൊക്കെ വരച്ച് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ഇല്ലേ, ഉണ്ടായിരുന്നു. എവിഡൻസ് ബേസ്ഡ് ഉണ്ടായിരുന്നു. ആ PDF ഉണ്ടായിരുന്നു.
വരെ പഠിക്കാനുണ്ടായിരുന്നേ. രണ്ടും ഉണ്ടായിരുന്നു ഗൈസ്. അപ്പൊ അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞു. ഇനി എന്താണ് പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 മിനിറ്റ് ആയപ്പോഴത്തേക്കും കാർത്തി ഇങ്ങനെ വടി വിഴുങ്ങിയത് പോലെ ഇങ്ങനെ എനിക്ക് 15 മിനിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ 15 മാർക്കിന് എനിക്ക് കണ്ണ് കാണുന്നില്ല. ഞാൻ ബുക്ക്ലെറ്റിൽ നിന്ന് പേപ്പർ തുറന്നു നോക്കുമ്പോഴത്തേക്ക് എനിക്ക് മിന്നായം പോലെ മങ്ങുന്നത്. ആണ് എനിക്കറിയണം. അപ്പം ശരി ഗൈസ്, എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം.